നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് വെള്ളി നക്ഷത്രങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓലപ്പീപ്പി, ആ പേരിൽ തന്നെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിയിക്കാൻ പോന്ന ഗതകാല ഭംഗിയുണ്ട്. ഒരു മുത്തശ്ശിയും കൊച്ചുമകനുമായുള്ള സ്നേഹത്തിലൂടെ ജീവിതം പറയുന്ന ഒരു സിനിമയ്ക്ക് ഏറ്റവും ചേർന്ന പേര്. ഓലപ്പീപ്പി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഛായാഗ്രാഹകനും സംവിധായകനുമായ കൃഷ് കൈമൾ ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. കൃഷ് ചേട്ടാ, സ്വാഗതം. ഒരു നല്ല സിനിമ നല്ലതാണെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സമയത്ത് കൃഷിയേട്ടനോട് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓലപ്പീപ്പി തന്നെയാണല്ലോ നമ്മുടെ വലിയ വിശേഷം. അപ്പോൾ ഓലപ്പീപ്പിയിലെ പുതിയ താരത്തെക്കുറിച്ച്, പുതിയതല്ല അല്ലേ, കാഞ്ചന മുത്തശ്ശി നേരത്തെ പുതിയ താരമല്ല, പഴയ കാലത്തെ ഒരു താരമായിരുന്നു. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം തിരിച്ചൊരു സിനിമയിലേക്ക് വരും. അത് 87ാമത്തെ വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുക, അതും തിയേറ്ററിൽ വേറെ ആരെയും ജനങ്ങൾ കാണുന്നില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ എല്ലാവരും പറയുന്നത് മുത്തശ്ശിയും കുട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, വേറെ ആരെയും കണ്ട് അത്രയ്ക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിംഗിലേക്ക്, ഇപ്പോൾ ബിജുവേട്ടൻ, കാഞ്ചന മുത്തശ്ശി അവരുടെയൊക്കെ കാസ്റ്റിംഗിലേക്ക് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ, അപ്പം ബിജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഒരു കുട്ടിക്കാലം വളരെ കഷ്ടത ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം ക്യാരി ഓവർ ചെയ്യാൻ പറ്റിയൊരു മുഖമായിരിക്കണം. അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ബിജുമേനോനെ സംബന്ധിച്ച് അഭിനയത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, കേരളം അക്സെപ്റ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ പക്ഷേ ആ ക്യാരി ഓവർ ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫേസ് ആയിരിക്കും, ഒരു തീക്ഷ്ണത കണ്ണിനകത്ത്, ഒരു ഭൂതകാലം ഒളിഞ്ഞു കിടക്കുന്ന ഒരു മുഖം വേണം. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു. പിന്നെ ഞാൻ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം ഇതുപോലെ സീരിയസ് പടങ്ങളാണ് ഇപ്പം അധികം ഞാൻ ചെയ്യുന്നില്ല, എല്ലാം കോമഡിയൊക്കെയാണ്, അതാണ് ഓടിക്കൊണ്ട് ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബിറ്റ് ക്ലിപ്പാണ്, ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പ് ഉണ്ടാക്കി കൊണ്ട് കാണിച്ചു. ഇതാണ്, ഈ കുട്ടിയാണ് വളർന്നു വന്നിട്ട് ബിജു ആകുന്നത്. ഇതാണ് അതിൻ്റെ, അതിനകത്ത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് എടുത്തിട്ട് 4 മിനിറ്റ് 5 മിനിറ്റ് അതിങ്ങനെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ശരി എപ്പോഴാണ് ചോദിച്ചു. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സിലാക്കി അതിനകത്തുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു 6 ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് ഈ പടം തീർത്തിട്ട് 2 ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചിത്തിരി പോയതാണ്. ആവശ്യം അതിനിപ്പോൾ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു നല്ല പടത്തിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ കൊച്ചു കുട്ടിയെ കിട്ടുക, അതുപോലെ തന്നെ മുത്തശ്ശി അഭിനയിക്കുന്ന ഒരു മുത്തശ്ശിയെ കിട്ടിയാൽ പോരാ, ഇതിനകത്തൊരു തകർന്നു പോയ ഒരു വലിയ തറവാട്ടിലെ മുത്തശ്ശിയാണ്. ഒരു കാലഘട്ടത്തിന്റെ ഒരു ഇതുണ്ടല്ലേ, മാത്രമല്ല ഒരു എന്താ പറയുക, ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ഒരു മുത്തശ്ശിയുടെ എല്ലാ ലുക്കും വേണം, ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്ക്. പിന്നെ ഇപ്പം അവർക്ക് ഒരുപാട് കഷ്ടമുണ്ടെങ്കിലും ഒരു നല്ല കാലം പുറകിലുണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് ആയിരിക്കും. പിന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഫേസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഓഡീഷനൊക്കെ നടന്നു. നമ്മൾ എവിടെ റോഡിൽ മുത്തശ്ശിയെ കണ്ടാലും ഇത് കൊള്ളായിട്ടുള്ള ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ തോന്നും നമ്മുടെ മുത്തശ്ശിയാണ്. അതെ അതെ. അങ്ങനെ നോക്കി ഒന്ന് പിന്നെ നമുക്ക് മലയാള സിനിമയിൽ തന്നെ മുത്തശ്ശി ക്യാരക്ടർ ചെയ്യുന്ന 1-2 പേരെ സമീപിക്കുകയും അവരോട് കഥ പറയുകയൊക്കെ ചെയ്തു. അവരൊക്കെ റെഡിയായിരുന്നു ചെയ്യാൻ. അപ്പോൾ അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവരൊക്കെ ഗ്രൂംഡാണ്. ഒരു റസ്റ്റിക് ഫീൽ അങ്ങോട്ട് മനസ്സിലോട്ട് 100% കയറില്ല. പിന്നെ അവർക്കൊക്കെ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, ഇവരിങ്ങനത്തെ ആളാണ് എന്നുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞു വെച്ചെങ്കിലും ഈ സെർച്ച് പിന്നെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരിക്കലും ഒരു പത്രത്തിൽ ഒരു ചെറിയ ന്യൂസ് കണ്ടത്. ഈ മുത്തശ്ശി ലാസ്റ്റിൽ അഭിനയിച്ച പടം ഇണപ്രാവുകൾ എന്ന് പറയുന്ന ശാരദയുടെ സിസ്റ്ററായിട്ട് 45 years back. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു, ശാരദയെ അനുമോദിക്കാൻ വേണ്ടി വെച്ചൊരു അതിൽ ഇവർ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഒരു ചെറിയ ഒരു സിംഗിൾ കോളം ന്യൂസ്. അത് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ആ പത്രത്തിൻ്റെ അത് എഴുതിയ ആളെ വിളിച്ചു, അഡ്രസ്സ് വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ നമുക്ക് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത്, പട്ടണക്കാട് സ്ഥലത്ത് വിളിച്ചു, വന്നോളൂ വരൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവർ പറഞ്ഞായിരുന്നു. ഈ മരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സീൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് സത്യം പറഞ്ഞ ഒരു സിനിമ തന്നെ അവർക്ക് വേണ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അയ്യോ, സത്യമല്ലേ. അല്ലേ, ശരിക്കും നമ്മളൊന്നും ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ പറയും ഇവരൊക്കെ എവിടെ പോയാന്ന് പറഞ്ഞ് തീരേണ്ടത്. ഈ ഒരു പടം ഇങ്ങനെ വന്നില്ലായിരുന്നുണ്ട് ഒരുപക്ഷെ അവരിങ്ങനെ അറിയപ്പെടാതെ ഒരുപാട് പോയ കൂട്ടത്തിൽ അങ്ങനെ മറിഞ്ഞു പോയത്. അതെ, അത് ആ ഒരു നിയോഗം ശരിക്കും നിയോഗമാണ്. കാരണം അവരുടെ മനസ്സിൽ അഭിനയം അത്രയും കിടപ്പുണ്ട്. ആ ഒരു അഭിനയം എന്ന് പറയുന്ന ഒരു കല അത്രയും മനസ്സിനുള്ളിൽ പതിഞ്ഞു കിടപ്പുണ്ട്.
അപ്പം ഇങ്ങനെ പോയി പറഞ്ഞു ഇതിപ്പോൾ മെയിൻ റോളെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ മോനെ എൻ്റെ കാലിൽ മൊത്തം നീരാണ്, നടക്കാൻ പറ്റില്ല, 4 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ താഴെ വീഴും. പിന്നെ കുറച്ച് പാർക്കിൻസൺസ് ഉള്ള ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും ശരീരം, കൈയും കാലും ഒക്കെ വിറയ്ക്കും. ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യരുത്, എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീണാൽ ഞങ്ങൾ പിടിച്ചോളാം, വിറച്ചിട്ട് ഒരു കുഴപ്പമില്ല, എൻ്റെ ക്യാരക്ടറിന് അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ കഥ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഞാനൊരു 1-2 പിന്നെ എനിക്ക് ഡയലോഗ് ഒന്നും ഒരുപാട് ഓർത്തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞ് കട്ട് ചെയ്ത് എടുത്തോളാം. 1-2 ഡയലോഗ് പറഞ്ഞു, പക്ഷേ വളരെ മനോഹരമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുകയും ആ ക്യാരക്ടർ എന്താണെന്ന് അവർക്കൊരു 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഡയലോഗ് പറഞ്ഞ് നമുക്ക് അവരെ കൺഫേം ചെയ്യാം. അപ്പോൾ പിന്നെ സ്ട്രേറ്റ് വേ അങ്ങ് പോയി, അല്ലാണ്ട് വേറെ അതിനകത്ത് സാമ്പത്തികമായിട്ട് എന്ത് കിട്ടുന്നു വേണമെന്നോ അങ്ങനെയൊന്നും അതിനകത്തില്ല. അഭിനയിക്കാം, ശരി വരാം, ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിളിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൂടെ താമസിപ്പിച്ചിരുന്നവർ കൂടെ ഒരു അസിസ്റ്റൻറ്റിനെയും വെച്ച് കൊടുത്തു. അവർക്ക് ബാത്റൂമിലോട്ട് പോകാനൊക്കെ പാടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ വന്നൊരു 10 ദിവസമൊക്കെ 10 അല്ല, ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ വേറെ ഒരു ക്യാരക്ടറായി മാറി. ഒരു 5 വയസ്സ് താഴോട്ട് വന്നു. അത് ഈ എനർജിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പലപ്പോഴും അഭിനയിപ്പിക്കുന്ന നേരത്തെ ഒരു 2 ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ പിന്നെയും നടത്തിക്കണമല്ലോ, ശരി ഓക്കെ എന്ന് നമ്മളിവിടെ പറയും, മതി നമുക്ക് വേണം ഒരു കട്ട് ഒരു ക്ലോസപ്പ് ഇടാന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ ശ്രദ്ധിച്ചിട്ട് ശരിയായില്ലല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യും ഒരെണ്ണം കൂടെ എടുക്കുക, അല്ലെങ്കിൽ ഇവര് കുറെ കാലം ഡ്രാമയിൽ അഭിനയിച്ചിട്ട് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ട്, അത് കുറച്ച് പടത്തിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരു 5% ഒന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ 5% കുറച്ച് പ്രസന്റ് ചെയ്യും. എനിക്ക് പടം എനിക്കൊന്ന് അവരെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു പടത്തിന്റെ ഒരു സക്സസ് ഫാക്ടറായിട്ട് മാറി. ശരിക്കും ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ്സും കാര്യം അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരും നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചെയ്ത 1-2 ചെറിയ പരസ്യങ്ങളിലൊക്കെ ഈ കുട്ടി 1-2 ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ വ്യൂവിൽ അവരെ ആ കുട്ടിയെ കണ്ടിട്ടില്ലായിരുന്നു. ഇതിനു വേണ്ടി ഓഡീഷന് വന്നു. അപ്പോൾ അതിനകത്തുള്ള വേറെ ഒരു ക്യാരക്ടറൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഒരു ദുബായ് ഫാമിലി ഉള്ള ഒരാളുടെ മകനായിട്ട് കുറച്ച് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലാണ് കാണാൻ, ഭയങ്കര സ്റ്റൈലും യോയോ പയ്യനാണ്. അപ്പോൾ പക്ഷെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് എവിടെയോ ഒരു ദുഃഖഭാവം ഒരു ഇത് കാണാം നമുക്കിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ. ഞാൻ പറഞ്ഞു നാളെ പോയിട്ട് മുടിയൊക്കെ വെട്ടി ക്രാപ്പ് ചെയ്ത് ചെറിയ മുടിയൊക്കെ ആയിട്ട് നമുക്കിരിക്കും. പിറ്റേ ഞങ്ങളൊരു വള്ളി നിക്കറൊക്കെ റെഡിയാക്കി അവനെ ഇടിയിപ്പിച്ചു. അവൻ്റെ സ്ട്രക്ചറും അവൻ്റെ നടത്തത്തിനും ഒക്കെ ഒരു വല്ലാത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരി മറ്റേ ക്യാരക്ടർ നമുക്ക് വേറെ നോക്കാം, ഇവനെ ഇതിൽ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ 10-20 ദിവസം ഷൂട്ടിങ് വേണം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ പിന്നെ വെക്കേഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ട് വായിച്ചിട്ട് നാളെ പറഞ്ഞു വായിച്ച് രാത്രി തന്നെ വിളിച്ച് പറഞ്ഞു അയ്യോ ഇനി വേറെ ആരെയും നോക്കണ്ട, ഈ പടം അവൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിരിക്കും ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം അവനെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പിള്ളേരെല്ലാം കൂടെ വിളിച്ചൊരു ഓഡീഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം അങ്ങോട്ട് ഇടപഴകിച്ച് ഒരു വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് പടം തുടങ്ങുമ്പോഴേക്കും അവന് സ്ക്രിപ്റ്റ് ബൈ ഹാർട്ടാണ്. അതിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടർ എന്താ പറയാൻ പോകുന്നുള്ള അവന് കറക്റ്റായിട്ട് അറിയാം. പിന്നെ പടത്തിനകത്ത് അവൻ ഒരുപാട് ഒരു ഫാമിലി പോലാണല്ലോ. ഒരു കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അവൻ ഉണ്ണിയും അവർ മുത്തശ്ശിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ബോണ്ടിങ് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിലിമിൽ നല്ലപോലെ. പടത്തിന്റെ കുറെ സീൻസിലൊക്കെ എനിക്കത് ഇപ്പം മുത്തശ്ശിയുടെ മരണ സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളെ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട് അവിടെ, ഒരു കരച്ചിലുണ്ട്. അതായത് ആദ്യമായിട്ട് മുത്തശ്ശി നകലുകയാണ്, ഒരാളെ അവിടുന്ന് അവനെ പിടിച്ച് മാറ്റുകയാണ്. ഒരു 3-4 സെക്കൻഡ് ഉള്ള ഒരു കരച്ചിലേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ വേണം, നമ്മളിപ്പോൾ വീടിൻ്റെ പുറകെ വിളിച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നഷ്ടബോധം ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. അതൊക്കെ ആ കരച്ചിൽ കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് അവനെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ. ഞാൻ പിടിച്ച് തോളത്തൊക്കെ ഇട്ട് തട്ടി ഇങ്ങനെ വെളിയിൽ കൊണ്ട് നടന്ന് അവനെ ഒരു നോർമൽ മൂഡിലോട്ട് കൊണ്ടുവരാൻ കുറച്ച് സമയമെടുത്തു. അത് ഒരുപക്ഷെ പടം കാണുമ്പോൾ മനസ്സിലാക്കാം. അവനാ മുത്തശ്ശി ഇങ്ങനെ ലാസ്റ്റ് ബ്രത്ത് എടുത്തോണ്ടിരിക്കുന്ന സമയമാകുമ്പോഴേക്കും അവൻ്റെ മുഖം ഇങ്ങനെ കുറച്ച് മാറി വരും. ഡെത്ത് എന്താണെന്നുള്ളത് അവൻ അറിയില്ല, പക്ഷെ എന്തോ സംഭവിക്കാൻ തോന്നല്. പക്ഷെ അവിടുന്ന് എടുത്തു മാറ്റുന്ന സമയത്ത് പെട്ടെന്നൊരു ഈ അകൽച്ച, മറ്റേ എപ്പോഴും കൈ പിടിച്ചോണ്ട് നടക്കുകയാണ്. ഇപ്പോൾ കിടന്നുറങ്ങുമ്പോഴും മുത്തശ്ശിയുടെ അടുത്താണ് കിടന്നുറങ്ങുന്നത്, എവിടെ പോയാലും മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു അകൽച്ച ഫസ്റ്റ് ഫീൽ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് വളരെ ഇൻറ്റൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീക്വൻസ് രണ്ടുപേരും കണ്ട കുറേ പേര് എന്നോട് ഇന്നും രാവിലെ മൊത്തം ഫോണാണ്. ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മരണം റിയലായിട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ കോംപ്ലിമെന്റ് ആണ്.
അപ്പൊ ഈ ഫിലിമിന്റെ ഇതിനൊരു സ്ലോ പേസ്ഡ് ഫിലിമാണ്. അതായത് ഒരു വില്ലേജ് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് ഒരുപാട് കട്ടും മോഡേൺ സാധനം അതിനകത്ത് പറ്റില്ല. ആ വില്ലേജിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഫിലിമിന് വേണ്ടുന്ന ഒരു സ്ലോ മൂവി അല്ലേ. ഇപ്പൊ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് അവാർഡ് പടമൊന്നും അല്ല. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ എന്താ പറയുക, ഒരു ഫാമിലി എന്റർടൈനറാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ചിലപ്പോൾ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ കുറച്ചൊരു സീരിയസ് ഫിലിം ആണെന്ന് ആൾക്കാർക്ക് ഈ പൊതുവേ നമ്മുടെ നാട്ടിൽ അവാർഡ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണെന്നും അത് മനസ്സിലാവില്ല എന്നും ഒരു ധാരണ കുറെ ആൾക്കാർക്കുണ്ട്. നല്ല സിനിമ ഏത് വന്നാലും ഉടനെ അവാർഡ് ഫിലിം എഴുതി മാറ്റി വെക്കും. സത്യം. പക്ഷെ അതിന് കുറെ ഉദാഹരണങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. സിനിമയില് നല്ല തീമുകൾ, എമോഷണൽ ആയിട്ടുള്ള തീമുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതൊരു കാലഘട്ടത്തിന്റെ കഥ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത് 2 പേരിൽ കൂടെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. 1970 എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു. മിനിസ്ട്രി ഒക്കെ മാറി. അപ്പൊ അവിടെ ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും സംഭവിച്ചു. നമ്മൾ വളരെ ന്യൂട്രൽ ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് നല്ല അങ്ങനൊന്നും പറയുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുറച്ച് ചെറിയ സാധുക്കളായിട്ടുള്ള കുറച്ച് ജനങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്രേ ഉള്ളൂ. അവരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇപ്പം കൃഷ്ണേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് അറിയാം ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫറാണ്, ഒരു ഛായാഗ്രാഹകനാണ്. അപ്പം അന്ന് തൊട്ടേ ഉണ്ട് ഒരു സിനിമ സംവിധാനം മനസ്സിനകത്തുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതകഥയായിട്ട് എവിടേക്കോ ടച്ച് ഉള്ള ഒരു കഥയാണിത്. അങ്ങനെയാണോ ഇതിലേക്ക് വരുന്നത്? കാരണം ഞാൻ അന്ന് എന്റെ കുട്ടിക്കാലത്താണ്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനും കടന്നു വന്നിട്ടുണ്ട്. ഞാനും അതുപോലെ ഒരു 14 years ഇവിടെ വിട്ട് പോയതാണ്, മദ്രാസിലേക്ക് പോയതാണ്. അപ്പം അന്ന് പോകുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് വർഷങ്ങളിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിന് ചുറ്റും നടന്ന് മനസ്സിൽ കുറേ കാലമായിട്ട് മായാതെ കിടക്കുന്ന, മായ്ക്കാൻ പറ്റാത്ത കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒരു മോണ്ടാഷസ് ഉണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും ഞാനതിങ്ങനെ സമയം കിട്ടുമ്പോൾ കുറച്ച് എഴുതി വെക്കും. അപ്പം അന്ന് നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ വിഷമം അറിഞ്ഞിട്ടില്ല. അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമായിരുന്നു. ഇത്രയും ദൂരം വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പം അയ്യോ ഇതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ നമ്മൾ കടന്നു പോയത്. അന്ന് ഈവൻ എൻ്റെ മുത്തശ്ശി അടക്കം ഞാൻ പറയുന്നത്, എൻ്റെ മുത്തശ്ശിയും ഇതിനകത്തുണ്ട്. ആ മുത്തശ്ശി ഒരു പാർട്ട് വരെ എൻ്റെ ഓൺ മുത്തശ്ശിയാണ്. അപ്പം അത് ഒന്ന് പറയണ്ടേ എന്നപ്പോൾ നമുക്കറിയാവുന്ന ഒരു മീഡിയം ഫിലിമാണ്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. നമ്മുടെ സുനിൽ ഇബ്രാഹിം കണ്ടു, നമുക്കിത് പടം എടുക്കാം. അപ്പം സാമ്പത്തികം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു. പിന്നെ ടെക്നിക്കൽ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് പൈസ വേണ്ട, അവർ ഈ പടത്തിൻ്റെ ഒരു ഷെയറായിട്ട് മാറി. നമ്മൾ കുറേ ഷെയർ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ഇത്ര ഷെയർ, അങ്ങനെ എനിക്കടക്കം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഒരു ഇവർക്ക് എല്ലാവർക്കും സാമ്പത്തിക ലാഭം എന്നുള്ളതിനേക്കാളും ഓഫ്കോഴ്സ് അത് വേണം, ഒരു നല്ല പടം ചെയ്യാം, അതിൻ്റെ പാർട്ടായിട്ട് മാറാം എന്നൊക്കെയുള്ളൊരു ഫീലിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പടം സുഖമായിട്ട് തീർത്തു. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. അഭിപ്രായം ഭയങ്കര അഭിപ്രായമാണ്. കണ്ടവരൊക്കെ എനിക്ക് ഒരുപാട് പേര് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിളിച്ചിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ കയറി എൻ്റെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ഇട്ടു, എനിക്ക് ഒരു ഫോൺ ചെയ്യണം, പിന്നെ ഉപദ്രവിക്കില്ല, ഒരു ഫോൺ ചെയ്യണം, ഒരു നമ്പർ തരാമെന്ന് ചോദിച്ചിട്ട്. ആരും എന്താ നമുക്കറിയില്ല. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പുള്ളി ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ ആഴ്ചയിലൊരു പടം കാണും. അപ്പോൾ ഇന്നലെ ചിലപ്പോൾ വേറെ പടമൊന്നും ഇല്ല, അങ്ങനെ ഈ ബോർഡ് കണ്ടു, കയറി കണ്ടു. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രി മുതൽ സാറിന് നമ്പർ അന്വേഷണം നടക്കുകയാണ്, എനിക്ക് എന്നെ ഹോണ്ട് ചെയ്യണം മുത്തശ്ശി എന്നും പറഞ്ഞു. പുള്ളിക്ക് ഒരു സങ്കടമൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ച് പറയുമ്പോൾ അതുകൊണ്ടൊരു ഒരു നന്ദി നേരിട്ട് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ വിളിച്ചതാണ്. ഇങ്ങനത്തെ പടമൊന്നും ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല. വല്ലാണ്ട് എന്നെ എഫക്റ്റ് ചെയ്തു. കരഞ്ഞ് ഞാൻ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞ് എൻ്റെ മുത്തശ്ശി ഓർത്തിട്ട്. കാരണം അവൻ്റെ മുത്തശ്ശി വെച്ചിട്ട് 3 വർഷമേ ഉള്ളൂ. അവൻ പറയുന്നത് എൻ്റെ മുത്തശ്ശിയുടെ മരണം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പോലും എനിക്ക് ഇത്രയും ഫീൽ ചെയ്തിട്ടില്ല, അത്രയും ഇപ്പോൾ ഫീൽ ചെയ്തു. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു വലിയ സക്സസ് ആണ്. തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ സക്സസ് കൂടെ ആക്കി എടുക്കണം. നമുക്ക് കേരളത്തിൽ നമ്മൾ ഇങ്ങനെ ജനങ്ങളോട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തിയേറ്ററിലേക്ക് ഒരു കാണോ, ഇതൊരു അവാർഡ് പടം അല്ല, ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. അപ്പോൾ പലർക്കും പേടി അതാണ്. അപ്പം നമ്മളതിനെ കുറ്റം പറയുന്നില്ല. കുറേ നേരം വന്ന് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇതങ്ങനല്ല. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഈ പടത്തിൻ്റെ ഒരു ലാസ്റ്റ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ ശരിക്കും ഒരു വേറെ ഒരു ലെവലിലെത്തിക്കും. പക്ഷെ പടം എൻഡ് ചെയ്യുന്ന ഒരു ഭയങ്കര പോസിറ്റീവ് നോട്ടിലാണ്. ഇദ്ദേഹം നാട് വിട്ടു പോയി പിന്നീട് വന്ന് അവിടുത്തെ സിസ്റ്ററിനെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കഷ്ടങ്ങളെല്ലാം മാറ്റി പഴയ ലെവലിൽ പ്രതാപത്തിൽ എത്തിച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെയാണ് പടം എൻഡ് ചെയ്യുന്നത്. പടം എൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് നോട്ടിലാണ്. നമുക്ക് മനസ്സിൽ അത്രയും ഭാരം ഉണ്ടെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും.
സിനിമയുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ചേട്ടൻ പേഴ്സണലി പറയുകയാണെങ്കിലും ഒരു ശരിക്കും ഒരു സെൽഫ് മെയ്ഡ് മാനാണ് എനിക്ക് അറിയുന്നിടത്തോളം അല്ലേ? എന്റെ അറിവ് വെച്ചിട്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ അപ്പൊ എന്തോ തുടക്കത്തില് കുറെ ഫോട്ടോഗ്രാഫി ഒക്കെ ഒറ്റയ്ക്ക് പഠിച്ച് ആ രീതിയിലൊക്കെയാണ് ജീവിതം തന്നെ പഠിച്ചതാണ്. ഫോട്ടോഗ്രാഫി മാത്രമല്ല, ജീവിതത്തിലെ ഡിസൈനിങ്ങിലൂടെയാണോ തുടക്കത്തിൽ? ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്കൊക്കെ വരാൻ, ഈ ഒരു മേഖലയോടുള്ള ഒരു അട്രാക്ഷൻ? ഞാൻ വരയ്ക്കുമായിരുന്നു പണ്ട്. അപ്പൊ വരയ്ക്കാൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോളേജിലൊന്നും പോയി പഠിക്കാനുള്ള നിവൃത്തിയില്ലാത്ത തന്നെ പണ്ടൊരു ആർട്ട് ഡയറക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മലയാളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുറച്ച് വരയ്ക്കാൻ പഠിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ താമസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു മദ്രാസിൽ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ പോലെ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, താമസിക്കാനൊന്നും സ്ഥലമില്ല, ഞാൻ നിങ്ങളുടെ വീട്ടു ജോലിയൊക്കെ ചെയ്തു തരാം, എന്നെ ഇവിടെ നിന്ന് കിടക്കാൻ അനുവദിക്കുന്നു പറഞ്ഞ് അങ്ങനെ 15-ാമത്തെ വയസ്സിൽ അങ്ങനെ അതിൻ്റെ ഒരു വീടും 2 റൂമും വലിയൊരു ടെറസും ഉണ്ട്. അപ്പോൾ അവിടെ ആ ടെറസിൽ ഇങ്ങനെ പായ വിരിച്ച് കുറേ പേര് കിടക്കുക, കൊടുത്ത് നമ്മളും കിടക്കും. അതൊരു സിനിമ ആഗ്രഹിച്ച മദ്രാസിൽ വരുന്ന കുറേ പേരുടെ ഒരു വാസകേന്ദ്രമായിരുന്നു അത്. നല്ല സിനിമ. അങ്ങനെ അവിടെ നിന്നാണ് സത്യം പറഞ്ഞ സിനിമ പഠിച്ചത്. നല്ല സിനിമ എന്താന്ന് ഇവർ ഡെയിലി വൈകുന്നേരം ആകുമ്പം അവിടെ ഒരു ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. ആസ് യൂഷ്വൽ സിനിമാക്കാരുടെ കുറച്ച് മദ്യപാനവും കാരണമൊക്കെ ഇങ്ങനെ നമ്മൾ കൂടി ഇങ്ങനെ നിൽക്കുക. അവിടെ ഞാൻ ചെറിയ ട്രൗസറും ഒരു ഷർട്ടും ഉള്ളൂ. അവരെന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞാൽ ഉടനെ ഓടിപ്പോയി സൈക്കിളും കൊണ്ടുപോയി വാങ്ങിച്ചോണ്ട് വരും. പക്ഷെ ആ കൂട്ടത്തിൽ അറിയാതെ നല്ല സിനിമകൾ നമ്മുടെ മനസ്സിലോട്ട് കയറി. അപ്പോൾ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഫോട്ടോഗ്രാഫി അതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു ചെറിയ ക്യാമറ 300 രൂപയ്ക്ക് ഒരു ക്യാമറ വെച്ച് തന്നെ എടുത്ത് പഠിച്ചതാണ്. പിന്നീട് ഇതിലേക്ക് തന്നെ വളരെ സീരിയസ് ആയിട്ടൊക്കെ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് ഒരു ചെറിയ അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. അവിടെ കൊണ്ടിങ്ങനെ കാണിക്കും, ഞാൻ ഇത് കണ്ട ഞാൻ ഇപ്പോൾ എടുത്താന്നൊക്കെ പറഞ്ഞ്. റോഡിൽ കൂടെ പോകുന്ന ഒരു അമച്ചർ ഷോട്ട്സ് ഒക്കെയാണ്. നമ്മുടെ ബീച്ചുണ്ട്, അവിടെ ബീച്ചിൽ പോയി ഒക്കെ എടുക്കും. അപ്പോൾ അവർ കൊള്ളാം, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ ഈ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡമ്മി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കണം. റിയൽ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വെച്ച് ചെയ്യും. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യും. അതാരെങ്കിലും അവിടെ തന്നെ ഓഫീസിൻ്റെ ഒരു മൂലയ്ക്ക് 2 പേരെ ഇരുത്തി ഷൂട്ട് ചെയ്യും. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു നമുക്ക് ചെറിയ ഷൂട്ടൊക്കെ നമുക്ക് ചെയ്യാം, നിനക്ക് എന്തോ ലൈറ്റൊക്കെ നിങ്ങൾക്ക് എന്തോ ഒരു ഭംഗിയുണ്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 1-2 അടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്ത ഒരു ഡമ്മി ഷൂട്ട്. ആ ക്ലയൻറ്റ് ഒരു ബീച്ചിൽ വെച്ചിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. 2 പേരും ബീച്ചിൽ കൂടെ ഓടി വരുന്നത്. അവർ പറഞ്ഞ് വേറെ ഷൂട്ട് ചെയ്യേണ്ടത് ഇത് തന്നെ നന്നായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. അപ്പൊ ഒരു അന്നത്തെ കണക്കിൽ എനിക്കൊരു 200 രൂപ അന്ന് ഒരു റെമ്യൂണറേഷൻ കിട്ടാൻ 200 രൂപ വലിയ സംഭവം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു 1000 രൂപയ്ക്ക് വേറെ ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അതൊക്കെ ഫോട്ടോ എടുത്ത് അതൊരു ആൽബം ഉണ്ടാക്കി ഒരു സൈക്കിളിൻ്റെ പുറയിൽ വെച്ച് ഏജൻസി ഇങ്ങനെ കയറി ഇറങ്ങും. അതുപോലെ ഞാൻ ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും വർക്ക് കൊണ്ട് തരണം. അപ്പോൾ അവർ പറയും വലിയ പ്രൊഫഷണൽ എക്യുപ്മെൻ്റ് ഒക്കെ വേണം, ഇത് വെച്ചൊന്നും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പം അതിനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഒരു 120 സൈസ് ക്യാമറ എന്ന് പറയും, അന്ന് വാങ്ങിച്ചു. അവസാനം എൻ്റെ ഈ നടപ്പ് കണ്ട് സഹതാപം തോന്നിയിട്ട് ഒരു ഏജൻസിക്കാരൻ എനിക്കൊരു ചെറിയ വർക്ക് തന്നു. പറഞ്ഞു ഇത് എടുത്തിട്ട് നന്നായിട്ട് വന്നാൽ, ഇപ്പോഴും എനിക്ക് ഓർമ്മ ജനറേറ്ററിൻ്റെ വർക്കായിരുന്നു, നന്നായിട്ട് വന്നാൽ നിനക്ക് 500 രൂപ തരാം, ഇല്ലെങ്കിൽ ഡോണ്ട് ആസ്ക് എനിത്തിങ് ബിക്കോസ് യു കമ്മിങ് ഹിയർ എവറി ഡേ ഐ ഫീൽ സോ ബാഡ് അബൌട്ട് യു. സാധാരണ ചെരുപ്പൊക്കെ ഇട്ട് സൈക്കിളിൽ നടക്കുകയാണ്. ആ ഫോട്ടോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത ഒരു ചെറിയ വർക്ക് തന്നു. അങ്ങനെ പിന്നെ ഒരു കാലത്ത് ഞാൻ സിനിമോട്ടോഗ്രാഫിയിലോട്ട് കയറുന്നതിന് മുമ്പ് മദ്രാസിലെ 1 ഓഫ് ദ ടോപ്പ് 5 ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളായിട്ടാണ് ഞാൻ നിന്നിരുന്നത്. ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോ ചെയ്യും. പിന്നെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര നല്ല പേരായിരുന്നു. പക്ഷേ എനിക്കെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ പെണ്ണുങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുതരം മോണോട്ടണി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദിവസം ഒരേപോലെ ഭംഗിയുള്ള പെണ്ണുങ്ങൾ വരുന്നു, ബെസ്റ്റ് മേക്കപ്പ്, ബെസ്റ്റ് ഡ്രസ്സ്, ഇവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ള എനിക്ക് വലിയ സംഭവമൊന്നും തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ യാദൃശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി അന്ന് സത്യം പറഞ്ഞ വേറൊരു ക്യാമറാമാൻ വരാത്തതിൻ്റെ പേരിൽ അത് ഞാൻ ചെയ്യേണ്ടി വന്നു. ആദ്യമായിട്ടാണ് ഞാൻ അന്ന് മൂവി ക്യാമറയാണ്, ഈ ഡിജിറ്റലൊന്നുമില്ല. അത് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ കുട്ടിയോട് നോക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ അയാളോട് പറഞ്ഞ് ഞാൻ വെറുതെ എടുത്ത് സ്റ്റിൽ എടുക്കുന്ന പോലെ ഷൂട്ട് ചെയ്യും, എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ ഒരു ചെറിയ പരസ്യം ഒന്ന് ഷൂട്ട് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം പ്രസാദ് സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ അയാൾ തന്നെ ഒന്ന് കിട്ടിപ്പോഴും ഇത്ര ഭംഗിയായിട്ട് നീ ഷൂട്ട് ചെയ്തെന്നും പറഞ്ഞു അയാളുടെ അടുത്ത പരസ്യം തന്നു. അങ്ങനെ പരസ്യത്തിൽ ഭയങ്കര ബിസിയായിരുന്നു. മലയാളം, തമിഴ്,
കന്നഡ കുറവാണ്, തെലുങ്ക് കുറേ ചെയ്തിട്ടുണ്ട്, ഹിന്ദി കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ സോഫാർ ഒരു 1300-ലധികം പരസ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴിലൊരു ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? പിന്നീട് എപ്പോഴാ മലയാളത്തിൽ ഈ ഫിലിംസിലേക്ക് അങ്ങനെ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സുനിൽ ഇബ്രാഹിം ആഡ് ഫിലിം മേക്കർ ആയിരുന്നു. സുനിൽ വന്നിട്ട് സുനിൽ ഇബ്രാഹിം എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ് അരികിലൊരാളൊക്കെ ഡയറക്ട് ചെയ്ത സുനിൽ ഇബ്രാഹിം. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ എടുക്കേണ്ട കാലത്ത് എന്നോട് വന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യണം. ഞാൻ ഈ 25 ദിവസമൊക്കെ മാറി നിൽക്കുന്നത് വലിയ പാടാണ് എനിക്ക്. എവറി 3rd ഡേ എനിക്കൊരു ഷൂട്ട് ഉണ്ടാവും. അതല്ല, ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് തിരുവല്ലയിൽ എൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ അവിടെ വന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ഫിലിമായിരുന്നു ആ കാലത്ത്. ഇപ്പോഴും ഞാൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ്. ഇന്നൊക്കെയാണെങ്കിൽ ആ ഫിലിം കുറെ നേരത്തെ എടുത്തു എന്നുള്ളതാണ് അതിനുണ്ടായിരുന്ന ഒരു പ്രോബ്ലം. കാലം തെറ്റി വന്നു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തു. അത് പിന്നെ അരികിലൊരാൾ വർക്ക് ചെയ്തു. അപ്പോൾ അതുവഴി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി സീനൊന്ന് നമ്മുടെ വീട്, ലാലും നവ്യ നായരും ഒക്കെ അഭിനയിച്ചൊരു പടം, അങ്ങനെ ഒരു 5-6 പടം ചെയ്തു. അപ്പോഴേക്ക് ആണ് മെല്ലെ ഇതിലോട്ടിങ്ങനെ കയറി ഇത് ചെയ്യാം എന്നുള്ള ഇതിൽ. അപ്പം ഒരു സന്തോഷമുള്ളത്, ഞങ്ങൾ ഒരുപാട് പേരിങ്ങനെ വിളിച്ചിട്ട് ഈ പടം ഒരുപാട് മനസ്സിൽ തട്ടി. ഞങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ എക്സലൻസി കാണിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് സിനിമയുടെ മോഡേൺ സിനിമയുടെ കുറേ ടെക്നിക്സ് ഉണ്ടല്ലോ, അതൊന്നും വേണ്ടെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. വളരെ ഇത് അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ വളരെ സിമ്പിൾ വേ ഓഫ് പ്രസൻറ്റേഷൻ, ഫ്ലാഷ് ബാക്കും സ്ട്രേറ്റും ഫ്ലാഷ് ബാക്കും വെച്ചിട്ട് ലൈറ്റിങ്ങും ക്യാമറയൊന്നും ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യില്ല. കാരണം എവിടെ മൂവി ആയിട്ടൊന്നുമില്ല. ക്യാമറ ഞാൻ ഡയറക്ടറിന് സമയത്ത് സൈഡിലൊരു ക്യാമറ ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ് അതിൻ്റെ മെത്തേഡ്. ഈ പടത്തിന് അതാണ് കറക്റ്റ്. ഇപ്പം അല്ലാണ്ട് അങ്ങനെ ഒരു ഹൈഫണ്ട ഫിലിമൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെ ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം എത്തി. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഒരു സംവിധായകനും ചേർന്നുകൊണ്ടുള്ള ഒരു ഞാൻ എങ്ങനെ ലൈഫ് ആസ് ഇറ്റ് കംസ് എന്നുള്ളതാണ്. ഈ പടം ആരെങ്കിലും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ ഒരു പടം ആരെങ്കിലും വിളിച്ചാൽ ചിലപ്പോൾ ചെയ്യും, ഇല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ആഡ് ഫിലിം വർക്ക് ചെയ്യും. ജീവിതം എങ്ങനെ വരുന്നോ നമ്മളതെങ്ങനെ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇനി ക്യാമറ വർക്ക് ചെയ്യില്ല, ഞാൻ ഡയറക്ടറാണ്, അങ്ങനെയുള്ള ഒന്നുമില്ല. ഇതൊരു എൻ്റെ ഒരു പാഷനെ ഞാൻ റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് കുറേ ആൾക്കാർ, സുഹൃത്തുക്കൾ കൂടെ നിന്നു, എല്ലാവരും കൂടെ ചേർന്നൊരു ടീം വർക്കായിട്ട് അത് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വേറെ 1-2 പേര് ക്യാമറ വർക്കിന് വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യും ആസ് എ ക്യാമറമാനെ, അത്രേ ഉള്ളൂ. ഇവിടുത്തെ സിനിമയിലല്ലാത്ത സമയത്തൊക്കെ ചെന്നൈയിൽ തന്നെയാണോ? എപ്പോഴും ഞാൻ ചെന്നൈയിലാണ്. കാരണം വർക്കുള്ളപ്പോൾ മാത്രം ഇങ്ങോട്ട് വരും. എന്റെ ഫാമിലി എല്ലാം ചെന്നൈയിലാണ്. ഫാമിലി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഫാമിലിയെ കുറിച്ച് ഭാര്യ 2 കുട്ടികളുണ്ട്. മൂത്ത മകൻ മെറൈൻ എഞ്ചിനീയറാണ്, മാരീഡ് ആണ്. രണ്ടാമത്തെ മകൻ എൻ്റെ വേറെ ഒരു ക്യാമറ, എൻ്റെ സുഹൃത്ത് ഒരു അസിസ്റ്റന്റ്, ഇപ്പോൾ ഒരു വലിയ ക്യാമറമാൻ ഇവിടുത്തെ ഫൈസൽ അലി എന്ന് പറഞ്ഞിട്ട് 3 ഡോട്ട്സ് ഓർഡിനറി അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് സമയമുള്ളപ്പോൾ എൻ്റെ കൂടെയും വരും. ചെറിയൊരു ഫാമിലി. അപ്പം എന്തായാലും ഇപ്പോൾ ഓലപ്പിപ്പി പോലത്തെ നല്ലൊരു വളരെ മനോഹരമായൊരു സിനിമ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പ്രേക്ഷകരോട്, നേരത്തെ കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയല്ല, എല്ലാവരും കാണേണ്ട ഒരു ഫാമിലി എൻ്റർടൈനർ ആണ് എന്ന രീതിയിൽ അത് കൃഷ്ണേട്ടൻ തന്നെ പ്രേക്ഷകരോടൊന്ന് നേരിട്ട് അഡ്രസ്സ് ചെയ്ത് എന്നിട്ട് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ചിലരുടെയൊക്കെ മനസ്സിലൊരു ധാരണയുണ്ട് ഇതൊരു അവാർഡ് പടമാണോ, ഇത് സീരിയസ് ആയിട്ടിരുന്ന് കാണേണ്ട പടമാണോ. അത് അങ്ങനെ ഒരു പടമേ അല്ല ഇത്. നിങ്ങളുടെ കുടുംബത്തോട് പോകുമ്പോൾ സാധാരണ ഫാമിലി എന്ന് പറയുമ്പം അച്ഛൻ അമ്മ കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോവുക. എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വന്നിരിക്കുന്ന എല്ലാ ഫാമിലിയിലും അവരുടെ അച്ഛനും അമ്മയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു 50-60 ഏജൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അവർക്ക് 2 കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വല്ലപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നിങ്ങളുടെ പാരൻസ് എല്ലാവരും അവരുടെ കുട്ടിക്കാലത്തിലേക്കൊന്ന് തിരിച്ചു പോകും. അത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വെക്കേഷനായിട്ട് കണക്കാക്കിയാൽ മതി. ദയവ് ചെയ്ത് അവരെയും കൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് പടം കാണണം. അപ്പോൾ എന്തായാലും കൂടുതൽ എന്താ പറയുക, കൃഷ് കൈമൾ എന്ന ടാഗോടെ വരുന്ന, അത് സിനിമാറ്റോഗ്രാഫറായിട്ടാണെങ്കിലും ശരി, സംവിധായകനായിട്ടാണെങ്കിലും ആ വരാൻ പോകുന്ന നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ ഒരു സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. നന്ദി. അപ്പോൾ എന്തായാലും ഓലപ്പിപ്പി എന്നും നമ്മൾ പറയും നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല സിനിമകൾ നമ്മൾ വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഇതായിപ്പോൾ നല്ലൊരു സിനിമയാണ് ഓലപ്പിപ്പി, നന്മയുള്ളൊരു സിനിമയാണ്. നമുക്കറിയാത്തതൊന്നും അതിലില്ല. നമുക്കറിയുന്ന ജീവിതം നമുക്ക് ശരിക്കും അനുഭവിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഓലപ്പിപ്പി കാണണം. ഓലപ്പിപ്പി ഒരു വലിയ വിജയമാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത്തരം നല്ല ചിത്രങ്ങൾ ചെയ്യാൻ ഇനിയും ആത്മവിശ്വാസം വരൂ.
അത് ചെയ്യുന്നവർക്ക് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, സിനിമയ്ക്ക് ഒരു പുഷ്കല കാലം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി നക്ഷത്രങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു.